ഹരി ഓം. വില്ലുമംഗലം സ്വാമിയാരുടെ ഒരു കൃഷ്ണസ്തുതിയോടെ ആരംഭിക്കാം. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിതവേണുനാദം ഗോഗോപഗോപീ ജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 59 വേണുഗാനം. വൃത്തം രഥോദ്ധതം. ശ്ലോകം 1. ത്വത്പൂർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരജിന്മുദാത്മകം വീക്ഷസമ്മുമുകുരന്വകം സ്ത്രിയഃ. ഒരിക്കൽ കൂടി. ത്വത്പൂർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരജിന്മുദാത്മകം വീക്ഷസമ്മുമുകുരന്വകം സ്ത്രിയഃ. ശ്രീകൃഷ്ണന്റെ സാന്ദ്രാനന്ദാത്മകമായ ദിവ്യ കായാമ്പൂ തിരുമേനി കണ്ട് ഗോപികളുടെ മനസ്സ് മോഹപരവശമായി തീർന്നു. ഇനി ആ മോഹാനുധാവനത്തിന്റെ ഊഷ്മളമായ വർണ്ണനയാണ് തുടർന്നു വരുന്നത്. ത്വദ്വധൂർ, അങ്ങയുടെ കണ്ണന്റെ തിരുമേനി, നവകളായ, ഇപ്പോൾ വിടർന്ന കായാമ്പൂ പോലെ, കോമളം, മനോഹരം, മൃദുലം, പ്രേമദോഹനം, പ്രേമത്തെ ദോഹനം ചെയ്യുന്ന, അനുരാഗത്തെ കറന്നെടുക്കുന്ന, അശേഷമോഹനം, എല്ലാവരെയും അതിമോഹിപ്പിക്കുന്ന ബ്രഹ്മതത്വം, ബ്രഹ്മത്തിന്റെ, ഈശ്വരന്റെ സാക്ഷാത്കാര തത്വം തന്നെയായും പരചിന്മുദാത്മകം, സച്ചിദാനന്ദത്തെ പ്രകാശിപ്പിക്കുന്നതും വീക്ഷ്യ, ദർശിച്ചിട്ട്, സമ്മുമുഹുർ, സമ്മോഹിതരായി, ആനന്ദപരവശരായി, അന്വഹം, അന്വ പ്ലസ് അഹം, അഹം ദിനം, ദിനം തോറും, അനുദിനം, ദിനം തോറും, സ്ത്രീയ, ആ ഗോപാംഗനകൾ. ശ്ലോകാർത്ഥം. പുതുതായി വിടർന്ന കായാമ്പൂവിനെ പോലെ കോമളവും അനുരാഗത്തെ ചുരത്തി പ്രകാശിപ്പിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപവും ഈശ്വരന്റെ സാക്ഷാത്കാര തത്വം തന്നെയുമായ കണ്ണന്റെ ആ മോഹനമായ തിരുവുടൽ നിത്യനിത്യനെ ദർശിച്ച് ആ ഗോപാംഗനകൾ ആ പരചിത് ആത്മാവിൽ സമ്മോഹിതരായി അവർ ആത്മനിവൃത്തി അടഞ്ഞു. ശ്രീകൃഷ്ണന്റെ ശരീരകാന്തി പുതുതായി വിടർന്ന കായാമ്പൂ പോലെ കോമളവും ചേതോഹരവുമായിരുന്നു. ആ ദിവ്യസ്വരൂപം കാരുണ്യാർദ്രമായ വീക്ഷണത്താലും അമൃതരസം പൊഴിയുന്ന മുരളീ ഗാനാലാപത്താലും അനന്തമായ മായാലീലകളാലും ഏവരെയും ആനന്ദിപ്പിക്കുകയും മനസ്സുകളെ കവരുകയും ചെയ്തു. ഗോപാംഗനകൾ ആനന്ദ ചിന്മയനായ ആ ബ്രഹ്മതത്വസ്വരൂപം ആവോളം ദോഹനം ചെയ്ത് ആനന്ദസാഗരത്തിൽ ആറാടി. അലൗകികമായ പരചിത് രസായനത്തിലാണ് ആ ജീവാത്മാക്കൾ മോഹവിവശരായി ആറാടിയത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മതത്വവും ഗോപാംഗനകൾ പരബ്രഹ്മത്തിൽ ലയിക്കാൻ വിതുമ്പുന്ന ജീവാത്മസ്വരൂപങ്ങളുമാണ്. ഓർക്കുക, ഇവിടെ ഇതിൽ ലൗകികത ഒട്ടും തന്നെ സംഗതമല്ല. എല്ലാം അലൗകിക സങ്കല്പം മാത്രം. ശ്രീകൃഷ്ണൻ 7 വയസ്സു മാത്രം പ്രായമുള്ള അലൗകിക പ്രകാശം പരത്തുന്ന ഒരു ദിവ്യ ബാലനാണ്. ബാലനായ ശ്രീകൃഷ്ണനോടുള്ള ആകർഷണമൊക്കെ ആ ദിവ്യസ്വരൂപത്തോടുള്ള ആരാധനയും അഭിനിവേശവുമാണ്. ശ്ലോകം 2. മന്മഥോന്മഥിതമാനസാക്രമാദ് ത്വദ്വിലോകനരദാസ്തദസ്തദഃ ഗോപികാസ്തവനസേകിരേ ഹരേ കാനനോപഗതിമപ്യകർമുഖേ.
ഒരിക്കൽ കൂടി. മന്മഥോന്മഥിതമാനസാക്രമാത് ത്വദ്വിലോകനരദാസ്തദസ്തദഃ ഗോപികാസ്തവനസേകിരേ ഹരേ കാനനോപഗതിമപ്യകർമുഖേ. മന്മഥ, മന്മഥനാൽ, കാമദേവനാൽ. ഉന്മഥിതമാനസ, ഉന്മഥിതമായ, നന്നായി മതിക്കപ്പെട്ട മനസ്സുള്ളവരായി. ക്രമാൽ, ക്രമത്തിൽ. ത്വത്, അങ്ങയെ, അതായത് കണ്ണനെ. വിലോകനരഥ, കണ്ടുകൊണ്ടിരിക്കുന്നതിൽ രതിയുള്ളവരായി. തത തത, അപ്പോഴപ്പോൾ. ഗോപിക, ആ ഗോപികൾ. തവ, അങ്ങയുടെ. നസേഹിരേ, സഹിച്ചില്ല. ഹരേ, ഹേ ഹരേ ശ്രീ ഗുരുവായൂരപ്പ. കാനന ഉപഗതിം അഭി, കാനനത്തേക്കുള്ള യാത്രയെ കൂടി. അഹർമുഖേ, ദിനത്തിന്റെ ആദ്യത്തിൽ, അതായത് പ്രഭാതത്തിൽ. ശ്ലോകാർത്ഥം. ഹേ, മനസ്സിനെ ഹരിക്കുന്നവനായ ഭഗവാനെ ശ്രീകൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ, കാമദേവനാൽ മനസ്സിനെ മഥനം ചെയ്യുക മൂലം ആ ഗോപിമാർ പിന്നെ പിന്നെ അങ്ങയെ ദർശിച്ചുകൊണ്ടേയിരിക്കുന്നതിൽ തൽപരരായി. പ്രഭാതത്തിൽ അങ്ങ് കാലിമേയ്ക്കാൻ കാട്ടിലേക്ക് പോകുന്നത് പോലും സഹിക്കാനാവാത്തവരായി ഭവിച്ചു. ശ്രീകൃഷ്ണന്റെ ലാവണ്യ സ്വരൂപവും ഭാവവുമെല്ലാം കാണുന്നവന്റെ കണ്ണിനെയും കേൾക്കുന്നവന്റെ കാതിനെയും ബന്ധപ്പെടുന്നവന്റെ സർവേന്ദ്രിയങ്ങളെയും സ്മരിക്കുന്നവരുടെ ഹൃദയത്തെയും ഹരിക്കുന്നതാണ്. ശിശുവായിരിക്കുമ്പോൾ അവർ കണ്ണനെ ഓമനിച്ചും ലാളിച്ചും വളർത്തി. അല്പം മുതിർന്നപ്പോൾ ആ ബാലഭാവത്തിന്റെ മനോഹാരിത ക്രമമായി വർദ്ധിച്ച് അവരെ ഭഗവാന്റെ ദിവ്യാനുഭൂതികളിൽ ആസക്തരാക്കി. ഇപ്പോൾ കണ്ണനെ കാണാതിരിക്കാനാകാത്ത മാനസികാവസ്ഥയിലായി ആ ഗോപിമാർ. അവർ മനസ്സിനെ ശ്രീകൃഷ്ണനിൽ തന്നെ ഉറപ്പിച്ച് ഭാവന കൊണ്ട് കണ്ണനെ ചിത്താന്തരത്തിൽ നിരീക്ഷിച്ച് ആലിംഗനം ചെയ്തു സന്തോഷിച്ചു. ഭക്തിയുടെ ആന്തരാത്മാവിനെയാണ് കാമദേവൻ ഉത്തേജിപ്പിച്ചത്. എന്നിട്ടോ ആ ഗോപികമാർ ഭഗവാനുള്ള ഭക്തിപ്രേമത്തിൽ ഉന്മത്തരായി. ശ്ലോകം 3. നിർഗതേ ഭവതി ദത്തദൃഷ്ടയഃ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാഃ വേണുനാദമുപകർണ്യ ദൂരതഃ ത്വദ്വിലാസകഥയാഭിരേമിരേ. ഒരിക്കൽ കൂടി. നിർഗതേ ഭവതി ദത്തദൃഷ്ടയഃ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാഃ വേണുനാദമുപകർണ്യ ദൂരതഃ ത്വദ്വിലാസകഥയാഭിരേമിരേ. നിർഗതേ ഭവതി, കാനനത്തിലേക്ക് നിർഗമിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനിൽ. ദത്തദൃഷ്ടയ, ദത്തദൃഷ്ടരായി, കണ്ണനിൽ മാത്രം പതിഞ്ഞ ദൃഷ്ടിയുള്ളവരായി. ത്വദ്ഗതേന മനസാ, അങ്ങയെ പ്രാപിച്ച മനസ്സുള്ളവരുമായി. മൃഗേക്ഷണ, മൃഗ പ്ലസ് ഈക്ഷണ, മാൻമിഴിയാൾ ആ ഗോപസുന്ദരികൾ. വേണുനാദം ഉപകർണ്യ, വേണുനാദം കേട്ടിട്ട്. ദൂരത, ദൂരത്തു നിന്ന് തന്നെ. ത്വദ്വിലാസകഥയാ, അങ്ങയുടെ ലീലാവിലാസകഥകളെ. അഭിരേമിരേ, പരസ്പരം പറഞ്ഞു രസിച്ചു. ശ്ലോകാർത്ഥം. മാൻമിഴികളായ സുന്ദരികളായ ആ ഗോപസ്ത്രീകൾ കാനനത്തിൽ കാലിമേയ്ക്കാൻ പോകുന്ന അങ്ങയിൽ, ശ്രീകൃഷ്ണനിൽ തന്നെ ദൃഷ്ടി പതിപ്പിക്കുന്നവരും അങ്ങയിൽ തന്നെ മനസ്സ് മുഴുകി ദൂരെ നിന്നുപോലും വേണുഗാനം ശ്രവിക്കുന്നവരായും തീർന്ന് കണ്ണന്റെ ലീലാവിലാസങ്ങൾ പരസ്പരം പറഞ്ഞു രമിച്ചു. ഭഗവാനിൽ തന്നെ സദാ ദത്തഹൃദയരായ ആ ഗോപാംഗനകൾ ഭഗവാൻ വനത്തിലേക്ക് പോകുമ്പോൾ കൺ ചിമ്മാതെ നോക്കി നിന്നു. കാണാമറയത്തും മനസ്സു കണ്ണനോടൊപ്പം തന്നെ സഞ്ചരിച്ചു. ദൂരെ നിന്നുപോലും അവർ
ഓടക്കുഴൽ നാദം ശ്രവിച്ചു. അവർക്ക് കണ്ണന്റെ ലീലാവിലാസങ്ങൾ വർണ്ണിക്കുന്നതിൽ മാത്രമായി ശ്രദ്ധ. സത്യത്തിൽ ആ ഗോപികൾ ഭക്തിയുടെ നിദർശനങ്ങളായി തീർന്നു. ശ്ലോകം 4. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിതപാദമാസ്തിതക പ്രത്യപൂരയത വേണുനാളികാം. ഒരിക്കൽ കൂടി. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിതപാദമാസ്തിതക പ്രത്യപൂരയത വേണുനാളികാം. കാനനാന്തം വൃന്ദാവനത്തിന്റെ അന്തർഭാഗത്തെ ഇതവാൻ പ്രാപിച്ചവനായി. കാനനാന്തരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭവാൻ അഭി ഭഗവാനായ ശ്രീകൃഷ്ണനും സ്നിഗ്ധപാദപതലേ തണൽ മരച്ചുവട്ടിൽ മനോരമേ മനോഹരമായ മനസ്സിനെ രമിപ്പിക്കുന്ന വ്യത്യയ ആഖലിത പാദം വ്യത്യസ്തമായി പിരിച്ചുവെച്ച കാലുകളോടുകൂടി ആസ്ഥിത നിൽക്കുന്നവനായി പ്രത്യപൂരയത പൂരിപ്പിച്ചു ശബ്ദിപ്പിച്ചു വേണുനാളികാം ഓടൽക്കുഴലിനെ. ശ്ലോകാർത്ഥം. അതിരമണീയമായ വൃന്ദാവനത്തിന്റെ അന്തരാളത്തെ പ്രാപിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ മനോഹരമായ ഒരു തണൽമരൽ ചുവട്ടിൽ കാലുകൾ പിണച്ചുവെച്ച് നിന്ന് തന്റെ ഓടക്കുഴലിനെ വായുപൂരിതമാക്കി. ആ മുരളിയിലൂടെ ഒഴുകിപ്പടർന്ന നാദബ്രഹ്മം വൃന്ദാവനത്തെ കോൾമയിൽ കൊള്ളിച്ചു. വില്ലുമംഗലം സ്വാമിയാർ ശ്രീകൃഷ്ണാമൃതത്തിൽ ഈ ഭാഗത്തിനെ ഇങ്ങനെ വർണ്ണിക്കുന്നു. വ്യത്യസ്തപാദമവതംസിത ബർഹിബർഹം സാജീകൃതാനന നിവേശിത വേണുരന്ധ്രം തേജപരം പരമകാരുണികം പുരസ്താത് പ്രാണപ്രയാണ സമയേ മമ സന്നിധത്താം. തൃക്കാൽ പിണച്ചുവെച്ച് മയിൽപീലി ചൂടി മുഖം തിരിച്ച് ചുണ്ടിൽ ഓടൽക്കുഴൽ അണച്ചു നിൽക്കുന്ന കൃഷ്ണമഹിമാവിന്റെ തേജസ് പ്രാണൻ പോകുന്ന സമയം എന്റെ മുമ്പിൽ സാന്നിധ്യം ചെയ്യണമേ. ഗോപികൾ ആലോചിക്കുന്നു, ഹേ സഖിമാരെ, ഈ ഓടക്കുഴൽ ചെയ്ത പുണ്യം എന്തൊരാശ്ചര്യമാണ്. ശ്രീകൃഷ്ണന്റെ അധരാമൃതം എപ്പോഴും ആസ്വദിക്കാം, കണ്ണന്റെ തിരുമേനിയോട് ചേർന്ന് ഒട്ടിയിരിക്കാം. ഈ വേണുവിനെന്തു ഭാഗ്യം. ചില ഗോപസ്ത്രീകൾ പറയുന്നു, ഈ വൃന്ദാവനം സ്വർഗത്തേക്കാൾ വിശേഷമുള്ളതായിരിക്കുന്നു. ഭൂലോകത്തിന് ഇത് കീർത്തിയുണ്ടാക്കുന്നു. ശംഖചക്രാദി രേഖാങ്കിതമായ ഭഗവത് പാദങ്ങൾ ഈ വനത്തിലെല്ലാം പതിഞ്ഞിരിക്കുന്നു. അവ ഈ വനശ്രീക്ക് അതിശോഭ നൽകുന്നു. ഈ ഭൂതലത്തെയാകെ അത് മനോഹരമാക്കുന്നു. ശ്ലോകം 5. മാരബാണധുതഖേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃശതാമഭിപ്രഭോ താവകം വ്യജനി വേണുകൂജിതം. ഒരിക്കൽ കൂടി. മാരബാണധുതഖേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃശതാമഭിപ്രഭോ താവകം വ്യജനി വേണുകൂജിതം. മാരബാണധുത കാമദേവന്റെ ശരത്താൽ ഇളക്കപ്പെട്ട ചലിക്കപ്പെട്ട ഖേചരി കുലം. ഖം ആകാശം, ഖേചരി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവർ, കുലം കൂട്ടം, ഖേചരി കുലം ദേവസമൂഹം. നിർവികാര വികാരരഹിതരായി സ്തംഭിച്ചവരായി പശുപക്ഷിമണ്ഡലം പശുക്കളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കൂട്ടം. ദ്രാവണം ച ദൃഷതാം കല്ലുകളെ പോലും ദ്രവിപ്പിക്കുന്ന അലിയിപ്പിക്കുന്ന. പ്രഭോ ഹേ പ്രഭോ ശ്രീ ഗുരുവായൂരപ്പ, താവകം അങ്ങയുടെ വ്യജനി ജന്യമായി ഭവിച്ചതായ വേണുകൂചിതം വേണുവിന്റെ മനോജ്ഞനാഥം. ശ്ലോകാർത്ഥം നോക്കാം. ഹേ പ്രഭു ശ്രീ ഗുരുവായൂരപ്പ,
അങ്ങയുടെ വേണുവിന്റെ മനോഹരമായ നാദത്താൽ ആകാശചാരികളായ ദേവസ്ത്രീകൾ പോലും മദനാവിഷ്ടരായി. പശുപക്ഷി മൃഗക്കൂട്ടമാകട്ടെ ഈ വേണുഗാനം ശ്രവിച്ച് സ്വവൃത്തികളെ വെടിഞ്ഞ് നിർവികാരരായി നിന്നുപോയി. ആ ഗാനത്തിന്റെ മാസ്മരികത കല്ലുകളെ പോലും അലിയിപ്പിക്കുന്നതായിരുന്നു. ശ്രീകൃഷ്ണന്റെ അതിമനോജ്ഞമായ വേണുഗാനം ശ്രവിച്ച ആകാശചാരികളായ ദേവസ്ത്രീകൾ മദനാവിഷ്ടരായി തീർന്നു. അവരുടെ ശിരോചലനങ്ങൾ മൂലം മുടി അഴിഞ്ഞു വീണു, പുഷ്പങ്ങൾ അടർന്നു വീണു, വസ്ത്രങ്ങൾ ഇഴുകി മാറി. ഇതൊന്നും അവർ അറിഞ്ഞതേയില്ല. പശുക്കൾ പുല്ല് തില്ലുന്നത് നിർത്തി. പശുക്കിടാങ്ങൾ പാൽ കുടിക്കാതെ കാതോർത്തു. പക്ഷികൾ നിശബ്ദരായിരുന്ന് വേണുഗാനം ശ്രവിച്ചു. പരിസരവും പ്രകൃതിയും ആ അമൃതധാര ആവോളം പാനം ചെയ്തു. ശ്ലോകം 6. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിതപാദപല്ലവം തത്സ്ഥിതം തവ പരോക്ഷമപ്യകോ സംവിചിന്യ മുമുകുർവ്രജാംഗനാഃ. ഒരിക്കൽ കൂടി. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിതപാദപല്ലവം തത്സ്ഥിതം തവ പരോക്ഷമപ്യകോ സംവിചിന്യ മുമുകുർവ്രജാംഗനാഃ. വേണുരന്ധ്ര വേണുവിന്റെ സുഷിരങ്ങളിൽ, തരള അങ്കുലീദളം തരളമായി കൈവിരലുകളെ ചലിപ്പിച്ചും, താള സഞ്ചലിത താളത്തിനൊത്ത് ചലിക്കുന്ന, പാദപല്ലവം തുടുത്ത് മൃദുലമായ തൃക്കാലടികളെ കൊണ്ട്, തത്സ്ഥിതം തവ അങ്ങയുടെ ആ നിൽപ്പ്, ലാസ്യാത്മകമായ ആ നിൽപ്പ്, പരോക്ഷം അഭി അഹോ അവർക്കത് കാണാൻ വയ്യാത്തതാണെങ്കിലും ആശ്ചര്യമായി, സംവിചിന്യ ചിന്തിച്ച് ചിന്തിച്ച്, മുമുഹൂർ മയങ്ങിപ്പോയി, വ്രജാംഗന ആ വ്രജാംഗനകൾ ആ ഗോപസ്ത്രീകൾ. ശ്ലോകാർത്ഥം. ഓടക്കുഴലിന്റെ ദ്വാരങ്ങളിൽ അങ്കുലീദളങ്ങളെ ചലിപ്പിച്ചും താളത്തിനൊത്ത് പാദപല്ലവങ്ങളെ ഇളക്കിയും ഉള്ള ശ്രീകൃഷ്ണന്റെ വേണു ഗാനാലാപന സമയത്തെ ആ ലാസ്യമായ ഭാവം യഥാർത്ഥത്തിൽ കാണുന്നില്ലെങ്കിലും സങ്കൽപ്പിച്ച് ആ വ്രജാംഗനകൾ മയങ്ങിപ്പോയി. എന്തൊരാശ്ചര്യം! ഓടക്കുഴൽ നിനാദം ദൂരെ നിന്ന് ശ്രവിച്ച ആ ഗോപാംഗനകൾ കണ്ണന്റെ പാദങ്ങൾ പിണച്ചു വെച്ച് ശിരസൽപ്പം തിരിച്ച് കൈവിരലുകൾ വേണൂരന്ധ്രങ്ങളിലൂടെ ചലിപ്പിച്ച് പാദങ്ങളെ താളനിബദ്ധമായി ചലിപ്പിച്ചുകൊണ്ടുമൊക്കെയുള്ള ആ നിൽപ്പ് മനസ്സിൽ സങ്കൽപ്പിച്ച് ആനന്ദമൂർച്ചയെ പ്രാപിച്ചു. യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ഭക്തിയുടെ ഉന്മാദാവസ്ഥയെയാണ് അവർ പ്രാപിച്ചത്. ശ്ലോകം 7. നിർവിശങ്കഭവദംഗദർശിനി ഖേചരീ ഖഗമൃഗാൻ പശൂനപി ത്വത്പദപ്രണയികാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ. ഒരിക്കൽ കൂടി. നിർവിശങ്കഭവദംഗദർശിനി ഖേചരീ ഖഗമൃഗാൻ പശൂനപി ത്വത്പദപ്രണയികാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ. നിർവിശങ്കം ശങ്ക കൂടാതെ, ഭവത് അങ്ങയുടെ, അംഗദർശിനി അംഗങ്ങളെ ദർശിക്കുന്നവരായ, ഖേചരി ആകാശചാരികളെയും, ഖഗമൃഗാൻ പക്ഷിമൃഗങ്ങളെയും, പശൂൻ അഭി പശുക്കളെയും, ത്വത്പദപ്രണയി അങ്ങയുടെ പാദത്തിൽ പ്രണയമുള്ള, കാനനം ച ആ കാനനത്തെയും ആ വൃന്ദാവനത്തെയും, താ അവർ ആ ഗോപിമാർ, ധന്യം ധന്യം ഇതി അത്യന്തം പുണ്യവതിയാണെന്ന്, പുണ്യാത്മാക്കളാണെന്ന് നനു മാനയൻ പറഞ്ഞ് മാനിച്ചുവല്ലോ.
ശ്ലോകാർത്ഥം: തടസ്സമൊന്നുമില്ലാതെ അങ്ങയുടെ അംഗങ്ങൾ സദാ ദർശിക്കുവാൻ കഴിയുന്ന ദേവാംഗനമാരെയും പക്ഷി മൃഗാദികളെയും അങ്ങയുടെ തൃപ്പാദ സ്പർശമേൽക്കാൻ കഴിയുന്ന ആ വൃന്ദാവനത്തെയും ആ ഗോപികമാർ ധന്യമായി വളരെ പുണ്യം ചെയ്തവരായി കരുതി ബഹുമാനിച്ചുവല്ലോ. ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ ഉണ്ണിക്കണ്ണനിലുള്ള അഭിനിവേശം ആ ജീവാത്മാക്കൾക്ക് പരമാത്മാവിനോടുള്ള ആകർഷണം തന്നെയാണ്. എപ്പോഴും ഭഗവാനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ മോഹം. എന്നാൽ കാലിമേക്കാൻ ഉണ്ണിക്കണ്ണൻ വനത്തിലേക്ക് പോകുമ്പോൾ ഭഗവത് ദർശനം മനോമുകുളങ്ങളിൽ മാത്രമാണ്. ഭാവനയിൽ ആ ഗോപാംഗനകൾ അവർക്ക് സാധിക്കാത്ത ദർശനം തടസ്സമൊന്നുമില്ലാതെ ദേവാംഗനകൾക്കും പക്ഷി മൃഗാദികൾക്കും പിന്നെ ആ വൃന്ദാവനത്തിലെ മണ്ണിനും പുല്ലിനുമൊക്കെ സാധിക്കുന്നതിനെ ഓർത്ത് അവ ആ ഗോപാംഗനകളെക്കാൾ ധന്യരാണെന്ന് ചിന്തിച്ചു പോകുന്നു. ആ ഭാഗ്യത്തിൽ അവരെ അനുമോദിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 8. ആപിബേയമധരാമൃതം കഥാ വേണുഭുക്തരസശേഷമേകദാ ദൂരദോപദകൃതം ദുരാശയേതി ആകുലാമുകുറിമാസമാമുഖൻ. ഒരിക്കൽ കൂടി. ആപിബേയമധരാമൃതം കഥാ വേണുഭുക്തരസശേഷമേകദാ ദൂരദോപദകൃതം ദുരാശയേതി ആകുലാമുകുറിമാസമാമുഖൻ. ആഭിപേയം പാനം ചെയ്യും, അധരാമൃതം അധരത്തിലെ ചുണ്ടിലെ രസാമൃതം, കഥ എപ്പോൾ, വേണുഭുക്ത ഈ വേണു ഓടക്കുഴൽ ഭുജിച്ച, രസശേഷം രസത്തിന്റെ രസാമൃതത്തിന്റെ ശേഷഭാഗം, ഏകദാ ഒരിക്കൽ, ദൂരധോബത കഷ്ടം ഈ ആശ വിദൂരത്താണ്, കൃതം ദുരാശയെ ഇത് ദുരാശയാണ്, ഇതി ആകുല ഇങ്ങനെ ആകുലരായി, മുഹുർ ഇമ ഈ ഗോപികമാർ വീണ്ടും വീണ്ടും, സമാമുഹൻ മോഹിതരായി. ശ്ലോകാർത്ഥം: കണ്ണന്റെ ഈ ഓടക്കുഴൽ ഭുജിച്ചു കഴിഞ്ഞ് ശേഷിക്കുന്ന രസത്തോടുകൂടിയ അധരാമൃതം ഒരിക്കലെങ്കിലും എന്നാണ് എനിക്ക് പാനം ചെയ്യാൻ കഴിയുക. ഈ ആശ ദൂരെ ദൂരെയാണ്, കഷ്ടം എന്നിങ്ങനെ ആ ഗോപസ്ത്രീകൾ ആകുലരായും വീണ്ടും വീണ്ടും മോഹിതരായും സങ്കടപ്പെട്ടു. കണ്ണന്റെ ഓടക്കുഴലിന് എന്തു ഭാഗ്യം എന്നാണ് ഗോപികുമാർ ചിന്തിക്കുന്നത്. കണ്ണന്റെ അധരാമൃത രസത്തെ സദാസമയം പാനം ചെയ്യാം, എനിക്ക് ഈ ഭാഗ്യം എന്നുണ്ടാകും. ഇത് വെറുമൊരു ദുരാശയായി മാറുമോ? കണ്ണന്റെ ഓടക്കുഴൽ ഒരിക്കൽ ഒരു മുളം തണ്ട് മാത്രമായിരുന്നു. പിന്നെ ആ മുളം തണ്ടിനെ വെട്ടി ഉഴിഞ്ഞ് ദ്വാരങ്ങളിട്ട് ഛേദോഹരമാക്കിയിട്ടാണ് കണ്ണനോട് ഒട്ടിച്ചേർന്നത്. അതിനു മുമ്പ് ആ മുളങ്കമ്പ് ധാരാളം വേദന പങ്കിട്ടു. ഭഗവാനോട് ചേരുന്നത് സുഗമമൊന്നുമല്ല, തീവ്ര യാതനയൊക്കെ അനുഭവിച്ചിട്ടാണ് അവസാനം ഈശ്വര സാന്നിധ്യം ലഭിക്കുന്നത്. ശ്ലോകം 9. പ്രത്യഹം ച പുനരിത്തമംഗനാഃ ചിത്തയോനിജനിദാദനുഗ്രഹാദ് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരികൃത്യമൂഢതാം. ഒരിക്കൽ കൂടി. പ്രത്യഹം ച പുനരിത്തമംഗനാ ചിത്തയോനിജനിദാദനുഗ്രഹാദ് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരികൃത്യമൂഢതാം. പ്രത്യഹം പ്രതി പ്ലസ് അഹം, അഹം എന്ന് പറഞ്ഞ ദിനം, പ്രതിദിനം ദിനം തോറും, ച പുനർ ഇത്തം വീണ്ടും ഇങ്ങനെ, അംഘന ഗോപാംഗനകൾ, ചിത്തയോനി ജനിതാത് കാമദേവനിൽ നിന്ന് ഉണ്ടായ, അനുഗ്രഹാത് അനുഗ്രഹത്താൽ,
ബദ്ധരാഗവിവശാ ത്വയി, അങ്ങയിൽ വർദ്ധിച്ച അനുരാഗത്താൽ വിവശരായി. പ്രഭു, ഹേ പ്രഭുവായ ശ്രീ ഗുരുവായൂരപ്പ, നിത്യം ആബുർ ഇഹ, ഇവിടെ നിത്യവും ആയിത്തീർന്നു. കൃത്യമൂഢധാം, ദിനകൃത്യങ്ങളിൽ വിമുഖരായി, താല്പര്യമില്ലാത്തവരായി. ശ്ലോകാർത്ഥം. ഹേ പ്രഭു ശ്രീ ഗുരുവായൂരപ്പ, ഈ ഗോപാംഗനകൾ ഇങ്ങനെ കാമദേവൻ നൽകിയ അനുഗ്രഹത്താൽ എല്ലാ ദിവസവും വീണ്ടും വീണ്ടും അങ്ങയിൽ ബദ്ധരാഗവിവശരായി ദിനകൃത്യങ്ങളിൽ വിമൂഢരായ നിലയെ പ്രാപിച്ചു. ദിനകൃത്യങ്ങളിൽ പോലും വിമുഖരായ ഗോപശ്രീകൾ ലൗകിക ബന്ധനം വിച്ഛേദിച്ച് ഭഗവാനിൽ തന്നെ നിർലീനരാകാൻ തുടങ്ങി, യോഗികളുടെ കർമ്മഗതി പ്രാപിക്കാൻ തുടങ്ങി എന്നർത്ഥം. ശ്ലോകം 10. ഈ ശ്ലോകത്തിൻ്റെ വൃത്തം മാറുന്നത് ശ്രദ്ധിക്കുക. ശാലിനിയാണ്, അതുകൊണ്ട് രാഗത്തിലും അല്പം മാറ്റം ഉണ്ടാകും. രാഗസ്താവത് ജായതേ ഹി സ്വഭാവാത് മോക്ഷോപായോ യത്നത സ്യാത്നവാസ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. ഒരിക്കൽ കൂടി. രാഗസ്താവത് ജായതേ ഹി സ്വഭാവാത് മോക്ഷോപായോ യത്നത സ്യാത്നവാസ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. രാഗ താവത്, ആ രാഗമാകട്ടെ, ആ പ്രേമവായ്പാകട്ടെ, ജായദേഹി സ്വഭാവാത്, സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നതാണ്. മോക്ഷോപായോ, മോക്ഷത്തിനുള്ള ഉപായം, വഴി, യത്നത, യത്നം കൊണ്ട്, പ്രയത്നം കൊണ്ട്, സ്യാദ്വാ, ഉണ്ടായെന്ന് വരാം, നവാ സ്യാദ്, ഉണ്ടായില്ലെന്നും വരാം. താസാം തു, അവർക്കാകട്ടെ, ആ ഗോപാംഗനകൾക്കാകട്ടെ, ഏകം തദ്വയം ലബ്ധമാസീത്, അത് രണ്ടും ഒന്നിച്ചു തന്നെ ലബ്ധമായി. ഭാഗ്യം 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 മഹാഭാഗ്യം. പാഹിമാം മാരുതേശ. ഹേ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. ഭഗവാനിലുള്ള അനുരാഗം സ്വാഭാവികമായി ഉണ്ടായേക്കാം, എന്നാൽ മോക്ഷത്തിനുള്ള ഉപായം പ്രയത്നം കൊണ്ട് തന്നെ ഉണ്ടാകുന്നു. ആ പ്രയത്നം ഫലിച്ചെന്നും ഫലിച്ചില്ലെന്നും വരാം. ഗോപാംഗനകൾക്ക് ഭഗവാനിൽ പ്രേമം ഉദിച്ചതിനാൽ അവർക്ക് ഭഗവാനിൽ അനുരാഗവും മോക്ഷവും ഒന്നായിട്ടു ലഭിച്ചു. മഹാഭാഗ്യം തന്നെ. ശ്രീ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ഇഷ്ടാനിഷ്ടങ്ങൾ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നു, എന്നാൽ മോക്ഷം പ്രയത്നത്താൽ മാത്രം കൈവരിക്കാനാകുന്നു. രാഗം ഭഗവാനിലുള്ളതായാൽ അത് മോക്ഷത്തിനുള്ള ഉപാധിയായി. അതിനാൽ ഭഗവാനിൽ മനസ്സർപ്പിക്കുക, ദുഃഖങ്ങളെ കൈവെടിയുക. ശ്രീ ഗുരുവായൂരപ്പ ശരണം.